എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ തന്നെ ഞാൻ ദാസേട്ടൻ്റെ പാട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. പ്രണയഗാനങ്ങൾ എത്രയോ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. ഒരുപാട് പേര് പ്രണയിക്കാനുണ്ടോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ആരെയും ഓർക്കണം. പ്രണയത്തെ കുറിച്ച് ഓർത്താൽ മനോജ് ഏത് പാട്ടായിരിക്കും മനസ്സിന്റെ മനസ്സിൽ പേര്? ഞാൻ ജീവിതത്തിലല്ല പറഞ്ഞത്, സിനിമയിൽ ഒരുപാട് പ്രണയം ഉണ്ടായിട്ടില്ലേ? സിനിമയിൽ അഭിനയിച്ചതല്ലേ? ആ മതിയല്ല. ദാസേട്ടാ നമസ്കാരം. സിദ്ദീഖ് പറഞ്ഞ ശരിയല്ലേ? കഴിഞ്ഞ വർഷം ഞാനും സിദ്ദീഖും ഉണ്ടായിരുന്നു. നമസ്കാരം. നമുക്കില്ല അങ്ങനെ പലരും പല സമയത്തും ഉണ്ടാവാറില്ല. ഞങ്ങളെ ഉണ്ടാവും എന്നും എപ്പോഴും കേട്ടോ. ജനുവരി 10 എന്ന് പറഞ്ഞാൽ അത് ഞങ്ങള് എവിടെ പിറന്നാൾ ആഘോഷിച്ചാലും ഞങ്ങൾ ഒപ്പം ഉണ്ടാവും. ഒരുപാട് സന്തോഷം ദാസേട്ട, കാരണം ഇന്ന് ഈ ദിവസത്തിലൂടെ വരാൻ സാധിച്ചതിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. ആദ്യം തന്നെ ഒരു സാഷ്ടാംഗ പ്രണാമം മനസ്സുകൊണ്ട് നേരുന്നു. ദാസേട്ടന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ. എന്നും എക്കാലത്തും ഈ ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം ദാസേട്ടൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഞങ്ങളൊന്നും ചിലപ്പോൾ ആ സമയത്ത് ഇല്ലെങ്കിലും ദാസേട്ടനോട് ഉണ്ടാവണം. അതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടോ. പിന്നെ സിദ്ദീഖ്, എൻ്റെ ജീവിതത്തിലെ എൻ്റെ സിനിമാ ജീവിതത്തില് ഞാൻ ആദ്യം സിനിമയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ആഗ്രഹം പല നടന്മാരെ ആഗ്രഹിക്കുന്ന പോലല്ലായിരുന്നു. ചില ആൾക്കാർ സൂപ്പർ സ്റ്റാർ ആവണം, അല്ലെങ്കിൽ ഭയങ്കര വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം ദാസേട്ടൻ്റെ പാട്ടുകളിൽ മാക്സിമം പാടി അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവണം. അത് ദൈവം അനുഗ്രഹിച്ച് ദാസേട്ടൻ്റെ എനിക്ക് ആദ്യം കിട്ടിയ പാട്ട് കുടുംബസമയത്തിലെ നീലരാവിലിരുന്നതിൻ്റെ, പിന്നെ കാതിൽ തേൻമഴയായി എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ പാട്ട് കാതിൽ തേൻമഴയായി. പിന്നെ ഞാൻ ഈ നായക വേഷങ്ങളിൽ നിന്നൊക്കെ മാറി വില്ലൻ വേഷങ്ങളിലെത്തിയപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ പണി തീർന്നു, ഇനി പാട്ടില്ല. അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു വലിയ നിധി പോലെ പാട്ട് കിട്ടി. തിരനൊരിയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. എന്നെ എവിടെയും ദാസേട്ടൻ കൈവിട്ടില്ല, ഇനിയും കൈവിടില്ല എന്നുള്ള പ്രാർത്ഥനയോടെ ദാസേട്ടൻ വീണ്ടും ഒരുപാട് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. മനോജിന്റെ ദാസേട്ടന്റെ പാട്ട് പാടി അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം. എനിക്ക് ദാസേട്ടൻ ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു. കാരണം അന്നൊക്കെ ഗാനമേള ഒരുപാട് ദൂരെ, ഞങ്ങൾ ഈ ഗാലറിയിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ദാസേട്ടൻ ഒരുപാട് ദൂരെ വന്ന് ഒരു വെള്ള പാൻറ്റും ഷർട്ടിട്ട് പോകുന്ന ചെറിയ രൂപമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ദാസേട്ടൻ നേരിട്ട് കാണണമെന്ന് മോഹിച്ചിട്ടാണ് ഞാനൊക്കെ സിനിമയിൽ വന്നത്. പക്ഷെ ദാസേട്ടൻ പാടിയ പാട്ടിനൊത്ത് അഭിനയിക്കാൻ പറ്റി. ദാസേട്ടനോട് ഒപ്പം ഒരുപാട് സമയം യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദാസേട്ടനോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ദാസേട്ടന്റെ പാട്ടുകളിൽ സിദ്ദീഖ് ആദ്യം ഈ ഓർമ്മ വെച്ച നാളെന്നൊക്കെ പറയുന്ന കാലത്ത് ആ കാലത്ത് ദാസേട്ടന്റെ പാടിയ ആദ്യം പാട്ട് മമ്മൂടി പാട്ടാണ്. എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ തന്നെ ഞാൻ ദാസേട്ടന്റെ പാട്ട് കേട്ടോണ്ടിരിക്കുക. ഏത് പാട്ട് ഓർമ്മയാണ്? അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാലും എനിക്ക് ദാസേട്ടന്റെ ആദ്യം കേട്ടതായിട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിന്റെ വാലയവാതിൽ തേടി വരുന്നു ഞാൻ. മനസ്സിലേത് പാട്ടാണ്? എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എൻ്റെ അച്ഛൻ്റെ ചേട്ടന്റെ ഭാര്യ, എൻ്റെ ചേച്ചിയമ്മ പറയുമായിരുന്നു, ഇവൻ ഇങ്ങനെ കൊച്ചിലെ ഇങ്ങനെ നമ്മുടെ അരപ്ലേസ് ഉണ്ടാക്കുക, അരപ്ലേസിൽ ഇങ്ങനെ ഇരുന്ന് മേലോട്ട് നോക്കി ഈ പാട്ട് പാടാറുണ്ടായിരുന്നു. എനിക്കത് അതിശയമായിട്ട് തോന്നുന്നു. ആ പാട്ട് തന്നെ അന്ന് എടുത്ത് പാടി. എഴുത്താ പോകാത്ത പാട്ട് ഈ ഓർമ്മ അന്നേ തുടങ്ങി പരിപാടി. ഏതായിരുന്നു? ചന്ദ്രനോദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃക്കാപ്പൂവിന് മുത്തം കൊടുക്കുന്നു തൃക്കാർത്തികരാത്രി. ചന്ദ്രനോദിക്കുന്ന ദിക്കിൽ ഒരു വെള്ളി ഇടും. ഇതെല്ലാം ദാസേട്ടനുള്ള പാരിതോഷികങ്ങളായിട്ട് വെള്ളി സ്വർണം എല്ലാം ഞങ്ങൾ നേരുകയാണ് കേട്ടോ. അന്നത് വെള്ളിയായിട്ടാണെങ്കിലും സ്വർണ്ണമായിട്ട് ദാസേട്ടൻ കണക്കാക്കി ഒരപേക്ഷ. പിന്നീട് നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങൾ, നമുക്ക് ദുഃഖമുണ്ടായ സന്ദർഭങ്ങൾ, നമ്മുടെ ഏറ്റവും കൂടുതൽ വേദനിച്ച സന്ദർഭങ്ങൾ, ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയോ ദാസേട്ടന്റെ പാട്ടുകളുമായിട്ടൊക്കെ ഓരോ കണക്ഷൻ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും. പല പല പാട്ടുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും ഓർക്കുന്നത്. എനിക്ക് ചെറുപ്പകാലത്ത് അത്ര വലിയ പ്രണയമൊന്നും ഉണ്ടായിട്ടല്ല. പ്രണയം ഉണ്ടായിരുന്ന ഒരാൾ എൻ്റെ കൂടെ നിൽപ്പുണ്ട്. പ്രണയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു.
അപ്പോ അങ്ങനെ ഒരു പ്രണയത്തെ കുറിച്ച് ഓർത്താൽ മനോജ് ഏത് പാട്ടായിരിക്കും മനസ്സിന്റെ മനസ്സിൽ പേര്? ഞാൻ ജീവിതത്തിലല്ല പറഞ്ഞത്, സിനിമയിൽ ഒരുപാട് പ്രണയം ഉണ്ടായിട്ടില്ലേ? സിനിമയിൽ അഭിനയിച്ചതല്ലേ? മതിയല്ല. അല്ല, എന്റെ വ്യക്തി ജീവിതത്തിൽ ഒരു ടീനേജ് കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും പെട്ടെന്ന് വന്നിരുന്ന മനസ്സിൽ നിറയെ പ്രണയം ഒച്ചയിക്കുന്ന കാലത്ത് ഒരേ രാഗ പല്ലവി നമ്മൾ, ഒരു ഗാനമഞ്ജരി നമ്മൾ, മനസ്സിന്റെ ഉള്ളിൽ മധുമാലഗാനം പാടിവ രതിരാജ മന്ദദാസം തൂകിവ. അറിയാതെ നടത്തില്ല. അല്ലെ, എനിക്കങ്ങനെ ഒരു പ്രണയഗാനങ്ങളെ കുറിച്ച് അങ്ങനെ ഓർമ്മയില്ല. എന്നാലും ദാസേട്ടൻ ഒരുപാട് പാട്ട്, ഏത് പാട്ടിലാണ് പ്രണയം ഇല്ലാത്തത്? അല്ലെ, പ്രണയഗാനങ്ങൾ എത്രയോ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. ഒരുപാട് പേര് പ്രണയിക്കാനുണ്ടോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ആരെയും ഓർക്കണം അല്ലേ? ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഓർത്ത്. എനിക്ക് പ്രണയമാണോ എന്നറിഞ്ഞുകൂടാ. എന്നെ അന്നൊക്കെ സ്വർണത്തിന്റെ വളയൊക്കെ പെൺകുട്ടികൾ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെയറാണ്, ഇന്നത്തെ പോലെയല്ല. അപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ വള ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വരും. പൊന്നും തരിവള മിന്നും കയ്യിൽ ഒന്നു തൊടാനൊരു മോഹം, ചുണ്ടിലൊളിച്ചു കളിക്കും പുഞ്ചിരി കണ്ടു നിൽക്കാനൊരു മോഹം. ആ പാട്ടിങ്ങനെ ഓർമ്മ വരും എനിക്ക്. പക്ഷെ തൊടാനുള്ള മോഹം ഉണ്ടായിട്ടില്ല. ടീച്ചറുടെ കയ്യിലൊന്നും അങ്ങനെ തൊടാൻ പറ്റുന്ന ഒരു കാലം ആയിരുന്നില്ല. അതുകൊണ്ട് അതല്ല, എന്നാലും ആ പൊന്നിന്റെ വള കാണുമ്പോൾ എനിക്ക് ഈ പാട്ട് ഓർമ്മ വരുമായിരുന്നു. ഈ പ്രണയമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന്റെ സമയത്ത്, ആ കല്യാണ സമയത്ത് ഭാര്യയോട് പാടിയ പാട്ട് ഏതായിരുന്നു ആദ്യം? കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റില് ഭാര്യ എൻ്റെ അടുത്ത് ചോദിച്ചു, പാട്ടൊക്കെ പാടുമോ? ഞാൻ പറഞ്ഞ പാട്ട് പാടും, പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മനഃപൂർവ്വം പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തുവിടറും. അത് എൻ്റെ ഭാര്യയുടെ മുഖം ഇങ്ങനെ പോകുന്ന എനിക്ക് കാണാം. എന്നിട്ട് അവളെൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് നന്നായിട്ട് പാടും. ഞാൻ പറഞ്ഞാണോ? പക്ഷെ എൻ്റെ അത്രയും പാടുമോ? ഇതിനേക്കാളും ഒക്കെ നന്നായിട്ട് പാടും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തുവിടർന്നു നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. അങ്ങനെ പാടി ഞാൻ എൻ്റെ ഭാര്യയെ ഞെട്ടിച്ചിട്ടുണ്ട്. ആ ഭാര്യ എന്നോടൊപ്പം ഇല്ല. അപ്പോൾ അവൾ ചിലപ്പോൾ ഞാൻ ഈ പാടുന്നത് കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും. പിന്നെ മനോജിന് അങ്ങനെ ഓർക്കാൻ പറ്റുന്ന ഏത് സന്ദർഭമാണ്, ഏത് പാട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദാസേട്ടൻ്റെ പാട്ടുകൾ ഓർത്ത് പാടാറുള്ളത്? എൻ്റെ ജീവിതത്തിലേക്ക് ഈ ആശ വന്നു കഴിഞ്ഞപ്പോൾ, എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പാടിയത് മാക്സിമം ഫസ്റ്റ് നൈറ്റല്ലേ, മാക്സിമം ഇവരെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തില്ല ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ സത്യേട്ടൻ്റെ വരികളിൽ പാടും. നമ്മുടെ സത്യനന്ദിക്കാണ് ഒരു നിമിഷം തരൂ നിന്നിലടിയാ, ഒരു യുഗം തരൂ നിൻമിഴിയിലടിയാ, നീ സ്വർഗരാജ്യം ഞാനാകമേഘം, നീ സ്വർഗരാജ്യം നാഗമേഘം. മാക്സിമം ബൂസ്റ്റ് ചെയ്യും. പക്ഷെ 10 ദിവസം കഴിഞ്ഞപ്പോ കണ്ണീന് പൊൻകണി കാതിന് തേക്കനി എന്നാലും ഇന്നെന്റെ വിഷം പൂതി. കണ്ണീന് പൊൻകണി പൊൻകണി കണ്ണീന് പൊൻകണി കാതിന് തേക്കനി എന്നാലും ഇന്നെന്റെ വിഷം പൂതി. കണ്ണീന് പൊൻകണി പൊൻകണി. അതാണ് എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ. ആദ്യത്തെ 2-3 ദിവസം ഓക്കെയാ, അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു പോയി അല്ലേ? അപ്പൊ അങ്ങനെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്നും ഈ പാട്ടുകളോടുള്ള അഗാധമായ പ്രണയം, പാട്ടിനോടുള്ള സ്നേഹം, പാട്ടെന്താണെന്നും മലയാള അക്ഷരങ്ങളുടെ ഉച്ചാരണം എന്താണെന്നും ഞങ്ങളെ പഠിപ്പിച്ചു തന്ന ദാസേട്ടനോടുള്ള സ്നേഹം നേരിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഈ വേദിയിലേക്ക്. ദാസേട്ട, വീണ്ടും പിറന്നാൾ ആശംസകൾ. ദാസേട്ടന് എത്ര വയസ്സായിരുന്നോ, എത്രാമത്തെ പിറന്നാളെന്നൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ ദാസേട്ടന് നിത്യ യൗവനം തന്നെയാണ്. ദാസേട്ട, ഒരിക്കൽ കൂടി ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ.